സാമ്രാജ്യങ്ങളെ തമ്മിൽ പോരടിപ്പിച്ച ഒരു ചെടിയുണ്ട് നമ്മുടെ നാട്ടിൽ. അത് സ്വന്തമാക്കാൻ രാജാക്കന്മാർ തമ്മിൽ പടവെട്ടിയിട്ടുണ്ട്, നമ്മുടെ കുരുമുളക്. പക്ഷെ മലയാളി അതുപയോഗിച്ചത് അതിൻ്റെ ഔഷധ മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു. ആരോഗ്യപ്പച്ചയിൽ അഭിരാമി മോഹൻ പറഞ്ഞു തരുന്നു കറുത്ത പൊന്നിന്റെ വിശേഷം. തിരിമുറിയാതെ മഴ പെയ്ത തിരുവാതിര ഞാറ്റുവേല കാലത്ത് തിരിയിടുന്നത് എങ്ങനെയെന്ന് മാത്രം ആലോചിച്ചു നിന്ന ഒരു ചരിത്രമുണ്ട് നമ്മുടെ ഈ കുരുമുളകിന്. ലോകം ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള മാർഗമായി കുരുമുളകിനെ കണ്ടപ്പോൾ മലയാളികൾ കുരുമുളകിന്റെ ഔഷധ ഗുണം നന്നായി മനസ്സിലാക്കിയിരുന്നു. ചുക്കിനും തിപ്പലിക്കുമൊപ്പം കുരുമുളകും നാട്ടുവൈദ്യത്തിൽ നടുസ്ഥാനം പിടിച്ചു. കുരുമുളകിലെ പൈപ്പരിൻ എന്ന ബയോമെഡിക്കൽ സംയുക്തം ആരോഗ്യ പ്രതിരോധത്തിന് അതിനെ പ്രാപ്തമാക്കുന്നത്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇതിന്. സന്ധിവാതം, ആസ്മ, ചിലതരം വീക്കങ്ങൾ എന്നിവയൊക്കെ വരുതിയിലാക്കാൻ ഇത് സഹായിക്കും. ദഹന എൻസൈമുകളെ ഉൽപ്പാദിപ്പിക്കാൻ കുരുമുളകിന് കഴിയും. അതിനാൽ നല്ല ദഹനവും കിട്ടും. മലബന്ധം, ഗ്യാസ് പോലുള്ളവ തടയാനുമാകും. വിറ്റമിൻ സി, വിറ്റമിൻ എ എന്നിവയ്ക്ക് പുറമെ ഫ്ലവനോയിഡുകൾ, കരോറ്റിനോയിഡുകൾ എന്നിവയുൾപ്പെടെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ കുരുമുളകിലുണ്ട്. വിട്ടുമാറാത്ത രോഗങ്ങളെ ചെറുക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഇത് സഹായിക്കുന്നു. കുരുമുളക് ദഹനം കൂട്ടുന്നതിനൊപ്പം കൊഴുപ്പും എരിയിച്ച് കളയുന്നുണ്ട്. ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ചുമയും സൈനസൈറ്റിസും പോലുള്ള ശ്വാസകോശ രോഗങ്ങൾക്കും നാട്ടുവൈദ്യത്തിൽ കുരുമുളക് പരിഹാരമാണ്. പുതിയ പഠനങ്ങൾ കുരുമുളകിന്റെ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തും ചെടിച്ചട്ടിയിലുമൊക്കെ കുരുമുളക് വളരുന്നത് ഇത്രയേറെ ഔഷധ ഗുണങ്ങളുമായാണ്. എന്നാലും വലിയ പ്രതിസന്ധി നേരിടുകയാണ് കേരളത്തിലെ കുരുമുളക് കർഷകർ.